നമസ്കാരം. RVS Maths അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേവിക്കേഷനിൽ തന്നെ വെലോസിറ്റി തന്നിട്ടുള്ള, അതായത് ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി തരുന്ന പ്രോബ്ലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റ് പ്രോബ്ലം ചെയ്തതാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതിനൊരു 2 പ്രോബ്ലം നമുക്കിന്ന് ചെയ്യാം. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തുവായിരുന്നു? വേവിക്കേഷൻ്റെ പ്രോബ്ലത്തിൽ തന്നെ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, വെലോസിറ്റി തരുന്ന പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് വെലോസിറ്റി ആണോ ഡിസ്പ്ലേസ്മെൻറ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണം നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞു കൂടുതൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേവിക്വേഷൻ്റെ തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്മുടെ S2 കാരുടെ സിലബസിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിടും. അപ്പോൾ അതിനകത്ത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ ലെന്ത് ഡിഫറൻ്റ് ആയിട്ട് വരുന്നതും വേറെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പം നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലം വേവിക്കേഷനിൽ വേറെ തരത്തിലുള്ള വേണമെങ്കിൽ അവിടെ പോയി നോക്കണം. ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള സെയിം ക്വസ്റ്റ്യൻസ് ഇടുന്നതുകൊണ്ടാണ് നമ്മളൊരിക്കൽ ചെയ്ത പോലത്തെ പ്രോബ്ലം തന്നെ വീണ്ടും വരുന്നത്. ഓക്കെ, question വായിക്കാം. A tightly stretched string with fixed endpoints x is equal to 0 and x is equal to L is initially at rest in its equilibrium position. If it is vibrating, by giving each of its points a velocity lambda x into L minus x, find the displacement of the string at any distance x from one end at any time t. ഓക്കെ, ഒരു സ്ട്രിങ്ങിന് 2 എൻഡിലും ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. x ഈക്വൽ ടു 0 എന്നും x ഈക്വൽ ടു L എന്ന് പറയുന്ന പോയിന്റിൽ. അത് ആദ്യം റെസ്റ്റിൽ നല്ല ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇങ്ങനെ സ്ട്രെച്ച്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സ്ട്രിങ്ങിന് നമ്മളൊരു വൈബ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ വൈബ്രേറ്റിംഗ് ബൈ ഗിവിങ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് എ വെലോസിറ്റി. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റിയാണെന്ന് പറയുന്നുണ്ട്. ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻറ്റ്സ് വിത്ത് എ ഡിഫ്ലക്ഷൻ എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയാണ് എന്ന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എപ്പോഴത്തെയും പോലെ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ചെയ്യേണ്ട പ്രോബ്ലം. y of x, t എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം ചെയ്യാമോ? അപ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം എഴുതേണ്ടത് എന്തുവാണ്? വേവിക്കേഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് വേവിക്കേഷൻ നമ്മൾ ആദ്യം എഴുതും. വേവിക്കേഷൻ എന്തുവാണ്? ഡോ സ്ക്വയർ y ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, വേവിക്കേഷനാണെന്ന് പറഞ്ഞ് വേവിക്കേഷൻ്റെ ഫോമിൽ എഴുതി. അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ബൗണ്ടറി കണ്ടീഷൻസാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് ആർ 4 ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടല്ലോ. അതിൽ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാ? y ഓഫ് 0, t ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ t, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്തുവാ? y ഓഫ് ഇവിടുത്തെ ലെന്ത് എത്രയാണ്? ഹിയർ x ഇസ് ഈക്വൽ ടു 0 ആൻഡ് x ഇസ് ഈക്വൽ ടു L എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ലെന്ത് എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? ലെന്ത് എന്ന് പറയുന്നത് L തന്നെയാണ്. സോ y ഓഫ് L, t ഫൈനൽ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് y ഓഫ് L, t ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ. തേർഡ് ബൗണ്ടറി കണ്ടീഷനായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ഡോ y ബൈ ഡോ ടി ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ വെലോസിറ്റിയാണ് എന്ത്? ഡോ y ബൈ ഡോ ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഗിവൺ ആണ്. സോ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനായിട്ട് ഡോ y ബൈ ഡോ ടി ഓഫ് എക്സ്, 0 ദ ഗിവൺ കണ്ടീഷൻ ലാംഡ എക്സ് ഇൻറ്റു L മൈനസ് എക്സിൽ എക്സ് കൂടെ അകത്തേക്ക് പോയാൽ LX മൈനസ് എക്സ് സ്ക്വയർ മ്യൂ ഇൻറ്റു LX മൈനസ് എക്സ് സ്ക്വയർ എന്നൊരു പ്രോബ്ലം ചെയ്ത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതേ ഫോറിയർ ട്രാൻസ്ഫോം ആയിരിക്കും ഇവിടെ വരുന്നത്. ബാക്കി സ്റ്റെപ്പിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി തന്നിട്ടുള്ള ആൾ എപ്പോഴും ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ലാത്ത കാരണം അയാളെ നമ്മൾ തേർഡ് ബൗണ്ടറി കണ്ടീഷനാക്കി മാറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ട് y ഓഫ് എക്സ്, 0 ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എന്തുവാ? 0. അപ്പം ബൗണ്ടറി കണ്ടീഷൻ രണ്ടും സെയിം എപ്പോഴത്തെയും പോലെ എഴുതി. ഇനിഷ്യൽ കണ്ടീഷൻസ് എഴുതിയപ്പോഴേക്കും അതിൽ തന്നിട്ടുള്ളത് വെലോസിറ്റി ആയത് കാരണം അയാൾ നമ്മൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനായിട്ട് എഴുതി. എപ്പോഴും ബൗണ്ടറി കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എഴുതുന്നത് എന്തുവാണ്? സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതും അല്ലേ? എന്തുവാ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഫോർ വേവിക്കേഷൻ? സ്യൂട്ടബിൾ സൊല്യൂഷൻ അത് മാത്രം വേണമെങ്കിൽ നമുക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഓഫ് എക്സ്, t ഈസ് ഈക്വൽ ടു C1 cos px plus C2 sin px into C3 cos p ct plus C4 sin p ct. That is equation 1. ഓക്കെ, നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് നിർത്തി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മളടുത്ത് ബൗണ്ടറി കണ്ടീഷൻ ഓരോന്നായിട്ട് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1 in equation 1.
ഇതൊരു നമ്മൾ പ്രോബ്ലം ചെയ്തതുപോലെ ബൗണ്ടറി കണ്ടീഷൻ 1 എന്തുവാണ് y ഓഫ് 0, t ഈസ് ഈക്വൽ ടു 0. എക്സിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ആലോചിക്കണേ? C1 ഇൻറ്റു കോസ് 0 പ്ലസ് C2 ഇൻറ്റു സൈൻ 0. സൈൻ 0 0 ആയിട്ട് ഈ ടേം അങ്ങ് പോയി. ബാക്കി കോസ് 0 1 ആണ്. ബാക്കി എന്താ വരണേ? C1 ഇൻറ്റു C3 കോസ് PCT പ്ലസ് C4 സൈൻ PCT. അതിൽ ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ C3 കോസ് PCT പ്ലസ് C4 സൈൻ PCT എന്താകത്തില്ല? 0 ആകത്തില്ല, കാരണം അത് വേരിയബിളാണ്. പിന്നെ ആരാ വേരിയബിൾ ആവണേ? C1 മാത്രം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, C1 ഇൻറ്റു C3 കോസ് PCT പ്ലസ് C4 സൈൻ PCT ഈക്വൽ ടു 0 എന്നാണ് വരണേ. അതിൽ ബ്രാക്കറ്റിലുള്ള ആൾ 0 ആവാത്തതിന് കാരണം T വേരിയബിളാണ്. പിന്നെ ആരാ 0 ആണ്? C1 0 ആവും. അപ്പോൾ ആ സ്റ്റെപ്പ് പോലും എനിക്ക് വേണമെന്നില്ല. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 1 in 1 എന്ന് എഴുതിയിട്ട് C1 ഈക്വൽ ടു 0 എന്നുള്ള സ്റ്റെപ്പ് മാത്രം മതി. ഓക്കെ, അപ്പോൾ C1 ഈക്വൽ ടു 0 കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എങ്ങനെയായി വരും? Therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് എങ്ങനെയാണ് വരുന്നത്? y ഓഫ് x, t ഈസ് ഈക്വൽ ടു C1 എന്നുള്ള പാർട്ട് ഇല്ലാണ്ട് വരുമ്പോൾ C2 ഇൻറ്റു സൈൻ PX ഇൻറ്റു C3 ഇൻറ്റു കോസ് PCT പ്ലസ് C4 ഇൻറ്റു സൈൻ PCT. ദറ്റ് ഈസ് ഇക്വേഷൻ 2. ഓക്കെ, ഈ ഇക്വേഷൻ 2 നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ 2 കൊടുക്കുവാണ്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 in equation 2. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? y ഓഫ് L, t ഈസ് ഈക്വൽ ടു 0. എക്സിൻ്റെ സ്ഥാനത്ത് L വരുമ്പം C2 ഇൻറ്റു സൈൻ PL ഇൻറ്റു C3 ഇൻറ്റു കോസ് PCT പ്ലസ് C4 ഇൻറ്റു സൈൻ PCT ഈസ് ഈക്വൽ ടു 0. ഈ സ്റ്റെപ്പ് എഴുതണമെന്ന് എനിക്ക് നിർബന്ധമില്ല, മനസ്സിൽ ചിന്തിച്ചാലും മതി. ഈ 3 പേരിൽ ആരെ 0 ആവത്തില്ല? T ഉള്ള ഈ ടേം 0 ആകത്തില്ല, കാരണം T വേരിയബിൾ. C2 0 ആയിപ്പോയാൽ സൊല്യൂഷനെ 0 ആയിപ്പോൾ. പിന്നെ ആരേ വരത്തുള്ളൂ? സൈൻ PL ആണ് 0 ആയി വരുന്നത്. സൈൻ എപ്പോഴാണ് 0 ആവാറ്? സൈൻ nπ വരുമ്പോഴാണ് 0 ആവാറ്. സോ PLനെ നമ്മൾ nπ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം P ഈക്വൽ ടു nπ ബൈ L എന്ന് കിട്ടും. ഇത്രയും സ്റ്റെപ്പ് വേണമെന്നില്ല, എന്ത് എഴുതിയാലും മതി ഡയറക്റ്റ് ആയിട്ട്. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2, P ഈക്വൽ ടു nπ ബൈ L. സൈൻ PL ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് P ഈക്വൽ ടു nπ ബൈ L എന്ന് എഴുതിയാലും മാത്രം മതി. അപ്പോൾ ഇതിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എങ്ങനെയാണ് വരുവാണ്? Therefore new suitable solution is y of x, t is equal to ബാക്കി എന്താ ഇവിടെ ഉണ്ടായിരുന്നത്? C2 ഇൻറ്റു സൈൻ PNπ ബൈ L ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 ഇൻറ്റു കോസ് P എന്ന് പറയുന്ന സ്ഥാനത്ത് എന്താ പറയുന്നത്? nπ ബൈ L അല്ലേ? nπ ബൈ L CT പ്ലസ് C4 ഇൻറ്റു സൈൻ nπ C ബൈ LT. ഓക്കെ, ഞാൻ നേരത്തെ ഇവിടെ P എന്ന് എഴുതിപ്പോയി. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഇവിടെ എക്സ് ഉണ്ട്, പിക്ക് nπ ബൈ L സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഈ C2നെ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ വരും, സൈൻ nπ ബൈ LX ഇൻറ്റു C2 ഇൻറ്റു C3നെ നമ്മൾ A എന്ന് വിളിക്കും, A ഇൻറ്റു കോസ് nπ C ബൈ LT പ്ലസ് C2 ഇൻറ്റു C4നെയാണ് നമ്മൾ B എന്ന് വിളിക്കുന്നത്, B ഇൻറ്റു സൈൻ nπ C ബൈ LT. ഓക്കെ, ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ, നമ്മൾ ഇതുവരെ ഇക്വേഷൻ നമ്പർ 2 വരെ എഴുതിയത്. സോ ദിസ് ഇക്വേഷൻ നമ്പർ 3. അടുത്ത് നമ്മൾ സാധാരണ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുള്ളത് അല്ലേ, പക്ഷേ ഇവിടെ ഡിഫറൻഷിയേറ്റിൻ്റെ കാര്യം ഉണ്ടോ? അടുത്ത ബൗണ്ടറി കണ്ടീഷൻ എന്താ? y ഓഫ് x, 0. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 in equation 3. ബൗണ്ടറി കണ്ടീഷൻ 3 എന്താ? y ഓഫ് x, 0 is equal to 0. അതായത് ആരുടെ സ്ഥാനത്ത് 0 എടുക്കണം? ടിയുടെ സ്ഥാനത്ത് 0. ടിയുടെ സ്ഥാനത്ത് 0 വരുമ്പം കോസ് 0 എന്തായി വരും? കോസ് 0 is equal to 1 ആവും. സൈൻ 0 എന്തായി പോവും? സൈൻ 0 0 ആവും അല്ലേ? കോസ് 0 is equal to 0യും സൈൻ 0 എന്താവുകയാണ്? സൈൻ 0 എന്ന് പറയുന്നത് 0 ആയി പോവാണ്. അപ്പോൾ ഇത് ബാക്കി എന്തായി വരും? സൈൻ nπ ബൈ LX ഇൻറ്റു A ഇൻറ്റു കോസ് 0 എന്ന് പറയുന്ന സാധനം 1 ആയി, ബാക്കി ഇത് മാത്രമേ ഉള്ളൂ, ഇസ് ഈക്വൽ ടു 0 എന്നായി വരികയാണ്. ഇതിൽ സൈൻ nπ ബൈ LX ഒരിക്കലും എന്താകത്തില്ല, ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരണേ. സൈൻ nπ ബൈ LX ഒരിക്കലും 0 ആവത്തില്ല, കാരണം എന്താ? എക്സ് എന്ന് പറയുന്നത് വേരിയബിളാണ്. സിൻസ് എക്സ് ഈസ് എ വേരിയബിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ്. സൈൻ nπ ബൈ LX നോട്ട് ഈക്വൽ ടു 0 സിൻസ് എക്സ് ഈസ് എ വേരിയബിൾ. പിന്നെ ആരാ 0 ആവണേ? എ ആണ് അവിടെ 0 ആവുന്നത്. സോ വെറുതെ എങ്ങനെ എഴുതിയാലും മതി. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 3 A ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും മതി. അപ്പോൾ നമ്മുടെ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എങ്ങനെയായി മാറുകയാണ്? therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ്
വൈ ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇക്വേഷൻ 3 എന്ന് പറയുന്നത് എയുടെ പാർട്ട് 0 ആയിപ്പോയി. ബാക്കി ഇനി എന്താണുള്ളത്? ബി ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ എഴുതുന്നില്ല, കാരണം ഇനി എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇതിന് വേണ്ടി ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്ന ആരാണ്? ഡോ വൈ ബൈ ഡോ ടി ആണ്. ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0. അപ്പോൾ അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഇയാൾ എന്ത് ചെയ്താലേ ഇനി പറ്റത്തുള്ളൂ? ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 4 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം വൈ ഓഫ് എക്സ് കോമ ടി എന്നുള്ളത് ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ ടി ഇതാവും. അതിൽ ബിയും ഈ സൈൻ എൻ പൈ ബൈ എൽ എക്സും കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈൻ എൻ പൈ സി ബൈ എൽ ടീനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും. സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എൻ പൈ സി ബൈ എൽ ടി ആണ് അല്ലേ? കോസ് എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ത്? എൻ പൈ സി ബൈ എൽ ടിയുടെ ഡെറിവേറ്റീവ് ഒരു എൻ പൈ സി ബൈ എല്ലും വരുന്നുണ്ട്. ഇയാളെ ഞാൻ ഇക്വേഷൻ 5 എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ ഈ സ്റ്റെപ്പ് ഇവിടെ വെട്ടിയതെന്ന് ഞാൻ അറിയാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമുക്ക് എപ്പോഴും ഇതിപ്പോൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടിയ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷനാണ് അല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ നമ്മൾ എന്തെന്ന് പറഞ്ഞ് എടുത്ത് എഴുതാറുണ്ട്? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതാറുണ്ട്. സോ അതിന് നമ്മൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതണം, എന്നിട്ടേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആയിരുന്നു. അപ്പോൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഈസ് വൈ ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സമ്മേഷൻ എന്നൊരു സിമ്പൽ വേണം. സമ്മേഷൻ ഈക്വൽ ടു 1 to infinity. ബി എന്ന് പറയുന്നത് ബി എൻ എന്നാവണം. സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. അതിനാണ് ഇക്വേഷൻ 5 എന്ന് കൊടുക്കണേ. അപ്പോൾ മറന്നു പോരുത്, നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷനെ എന്ത് ചെയ്യണം? സിഗ്മ എന്നുള്ള സിമ്പൽ കൊടുക്കണം. അവിടുത്തെ കോൺസ്റ്റൻറ്റിൻ്റെ സഫിക്സിൽ എന്നും ഇട്ടോളണം. ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാം. ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0 ആണ്. അപ്പോൾ അതിനെ ഇയാൾക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഈ ഇക്വേഷൻ 5നെ. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 5 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി. വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണേ. അപ്പോൾ വൈ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ബി എൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സൈൻ എൻ പൈ ബൈ എൽ എക്സും കോൺസ്റ്റൻ്റ് ആണ്. സോ അവർക്കൊന്നും വ്യത്യാസമില്ല. സൈൻ എൻ പൈ സി ബൈ എൽ ടീനെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? കോസ് എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു എൻ പൈ സി ബൈ എൽ ടിയും കൂടെ ഫ്രണ്ടിലേക്ക് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണെങ്കിലും സൈൻ ഓഫ് എൻ പൈ സി ബൈ എൽ ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവാണ് ഈ എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇയാൾ നമ്മളിങ്ങനെ നിർത്തിയേക്കുവാണ്. ദിസ് ഇസ് ഈക്വൽ ടു നോക്കിക്കേ, സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ ഇൻറ്റു ഈ എൻ പൈ സി ബൈ എല്ലിനെ ഒന്നിച്ച് എഴുതി, എൻ പൈ സി ബൈ എല്ലിനെ ഇങ്ങനെ ഒന്നിച്ച് എഴുതി ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇയാൾക്ക് ഞാനൊരു പേര് കൊടുക്കുവാണ്. ഈ ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എല്ലിന് ഞാനൊരു പേര് കൊടുത്തു, എ എൻ എന്നൊരു പേര് കൊടുക്കുവാണ്. ഓക്കെ, ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എല്ലിന് ഞാനൊരു പേര് കൊടുക്കുകയാണ് എ എൻ എന്ന്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, കാരണം ഇതിന് എനിക്ക് ഏറ്റവും അവസാനം ഈ സ്റ്റെപ്പ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി എന്ന് വരും. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6. നൗ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 in equation 6. ബൗണ്ടറി കണ്ടീഷൻ 4 എന്ന് പറഞ്ഞാൽ ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ടിയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷനിൽ 0 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ മാറും? സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു എന്താ പറയുന്നത്? കോസ് 0 1 ആണ്. സോ അത് എഴുതുന്നില്ല. കെ ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 7 ഈസ്
ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്. ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന പോലത്തെ പ്രോബ്ലം തന്നെ ആയില്ലേ, ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്. അവിടെ എ എൻ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്, വെയർ എ എൻ ഇസ് ഈക്വൽ ടു 2 by L into integral 0 to L f of x into sin n pi by Lx dx. ഓക്കെ, മറന്നു പോരുത്. എ എൻ എന്ന് പറഞ്ഞാൽ എന്താ, ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എൽ ആണ്. എനിക്ക് ബി എൻ ആണ് വേണ്ടത്. എൻ്റെ ലാസ്റ്റ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദേ ഇവിടെ ഈ ബോക്സിനകത്ത് ഇട്ടേക്കുന്നില്ലേ, ഇയാളാണ് എൻ്റെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അവിടെ ഉള്ളത് എ എൻ അല്ല ബി എൻ ആണ്. അപ്പോൾ തിരിച്ച് ഫൈൻഡ് ചെയ്യാൻ മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 2 by L ഇൻറ്റു ഇവിടുത്തെ ലെന്ത് എൽ തന്നെയായിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത സെയിം ഇൻറ്റഗ്രേഷൻ, കെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ വരും, 2k by L. ഓക്കെ, അടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണേ. ഫസ്റ്റ് ടേമിന് അതുപോലെ തന്നെ എഴുതി എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. രണ്ടാമത്തെ ടേമിന് ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എൻ പൈ ബൈ എൽ എക്സ് ബൈ എൻ പൈ ബൈ എൽ. ഇതുവരെ ചെയ്ത ഏതെങ്കിലും ഇൻറ്റഗ്രേഷനകത്ത് മാറി വന്നോ, ഇല്ല, എപ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് 2-3 പ്രോബ്ലം തനിയെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റും. വേവിക്കേഷനകത്ത് മൈനസ് ഓഫ് ആദ്യത്തെ ടേമിൻ്റെ ഡെറിവേറ്റീവ് എൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എൽ ആണ്, മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഓക്കെ, കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, ഇൻക്ലൂഡിങ് ദ നെഗറ്റീവ് സൈൻ. അത് മൈനസ് സൈൻ എൻ പൈ ബൈ എൽ എക്സ് ബൈ എൻ പൈ ബൈ എല്ലും ഈ എൻ പൈ ബൈ എല്ലും കൂടി ചേർന്നിട്ടത് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പോൾ പ്ലസ് മൈനസ് അടുത്ത് അഗെയിൻ പ്ലസ് എൽ മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്, മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ കോസാണ്. സൈൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്, ഇൻക്ലൂഡിങ് ദ നെഗറ്റീവ് സൈൻ അത് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ബൈ എൻ പൈ ബൈ എല്ലും എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയറും കൂടി ചേർന്ന് എൻ ക്യൂബ് പൈ ക്യൂബ് ബൈ എൽ ക്യൂബ്. ഓക്കെ, ലിമിറ്റ് ഈസ് ഫ്രം 0 to L. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. ദിസ് ഈസ് ഈക്വൽ ടു 2k by L ഇൻറ്റു ബ്രാക്കറ്റ് കൊടുത്തു. ആദ്യം ഞാൻ ഈ കൊടുക്കുന്ന അപ്പർ ലിമിറ്റ് കൊടുക്കാനുള്ള ലിമിറ്റാണ്. ഓക്കെ, ബ്രാക്കറ്റാണ് കൊടുത്തത്. എൽ എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ 0 ആണ്. 0 ഇൻറ്റു കോസ് എന്താ 0 മൈനസ് ഓഫ് സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എൽ വരും. എൽ ക്യാൻസൽ ആകുമ്പോൾ സൈൻ എൻ പൈ എന്തുവാണ് 0. സോ സെക്കൻഡ് ടേം എന്തായി പോവും, 0 ആയി പോവും. അടുത്ത് നോക്കിക്കേ, -2 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എൽ ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ ഇൻറ്റു എൽ പോകുമ്പോൾ കോസ് എൻ പൈ എന്താ -1 ദ ഹോൾ പവർ എൻ. സോ അത് -1 ദ ഹോൾ പവർ എൻ എന്നാവും. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. എക്സിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പം 0 - 0 0 ആണ്. 0 ഇൻറ്റു കോസ് എന്തുവായി മാറും, 0 ആയി മാറും. സൈൻ 0 എന്തുവാണ്, സൈൻ 0യും 0 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടേമും 0 ആയി. അടുത്ത -2 ഇൻറ്റു ഡിനോമിനേറ്ററിനെ തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എൽ ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. സോ ആ ടേം 1 ആയി മാറും. ഓക്കെ, ലിമിറ്റും അപ്ലൈ ചെയ്തു. ഈ രണ്ട് ടേമിലും നമുക്ക് 2l ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. സോ 2k ബൈ എൽ ഇൻറ്റു 2l ക്യൂബ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് പുറത്തേക്ക് വന്നപ്പോൾ ബാക്കി ഇവിടെ ഉള്ള എന്താണ്, മൈനസ് ഓഫ് -1 ദ ഹോൾ പവർ എന്നും മൈനസ് ഓഫ് -+1 വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 ആണ്. കെ എല്ലും എൽ ക്യൂബും പോകുമ്പോൾ ഇവിടെ എൽ സ്ക്വയർ ആവും. അപ്പോൾ 4k എൽ സ്ക്വയർ ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഓഫ് -1 ദ ഹോൾ പവർ എൻ. അപ്പോൾ ചില ടെസ്റ്റിനകത്ത് ഇത് ഈവൻ ആണോ ഓടാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എഴുതുന്ന ഒരു സ്റ്റെപ്പ് കൂടെ പറയും. ഞാൻ പക്ഷേ അത് പറയണില്ല, നമുക്ക് ഇത്ര തന്നെ മതി. ഓക്കെ, ഇത് എന്തുവാ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്, എ എൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതി വെച്ചേക്കുന്നതിനകത്ത് എ എൻ ആണോ ഉള്ളത്, അല്ല ബി എൻ ആണോ ഉള്ളത്. അപ്പോൾ എ എനും ബി എനും തമ്മിലുള്ള ബന്ധം എന്തുവാണ്, എ എൻ ഇസ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എൽ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. സോ എ എൻ ഈക്വൽ ടു എന്ന് കിട്ടിയ സ്ഥാനത്ത് എ എൻ്റെ സ്ഥാനത്ത് ഇതിപ്പോൾ എ എൻ ഈക്വൽ ടു എന്നാണ് കിട്ടിയിരിക്കുന്നത്. എ എൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതുവാണ്, എൻ പൈ സി ബൈ എൽ ഇൻറ്റു ബി എൻ ഇസ് ഈക്വൽ ടു 4k എൽ സ്ക്വയർ ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഓഫ് -1 ദ ഹോൾ പവർ എൻ. ഓക്കെ, അതായത് ബി എൻ ഇസ് ഈക്വൽ ടു എന്താവും, ഈ എൽ ബൈ എൻ പൈ സി ഇപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് വരിക, തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുക. അപ്പോൾ എൽ ബൈ എൻ പൈ സി ഇൻറ്റു 4k എൽ സ്ക്വയർ ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഓഫ് -1 ദ ഹോൾ പവർ എൻ. ഒരു ചെറിയ സ്റ്റെപ്പാണ്, മറന്നു പോരുത്. അടുത്ത ഇതെങ്ങനെയാണ് അടുത്ത്, therefore ബി എൻ ഇസ് ഈക്വൽ ടു
4k എൽ നമ്മൾ ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എൽ സ്ക്വയറുമായിട്ട് ചേർന്നിട്ടാണ് എൽ ക്യൂബ് ആയത്. ഓക്കെ, എൻ പൈ ഇവിടെ ഓൾറെഡി ഉണ്ട്, എൻ ക്യൂബ് പൈ ക്യൂബ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് n⁴ π⁴c ഇൻറ്റു 1 മൈനസ് ഓഫ് -1 ദ ഹോൾ പവർ n. ഇപ്പോഴാണ് നിങ്ങളുടെ ബി എൻ കംപ്ലീറ്റ് ആയത്. Therefore the solution is നിങ്ങളുടെ ഇക്വേഷൻ നമ്പർ എന്തുവായിരുന്നു? ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 കൊടുക്കുമ്പോൾ എങ്ങനെയും മാറുവാണ്? y of x, t is equal to summation n equal to 1 to infinity bnൻ്റെ സ്ഥാനത്ത് 4k l³ by n⁴ π⁴c into 1 minus of -1 the whole power n into ബാക്കിയുള്ള ആൾക്കാർ sin n pi by lx into sin n pi c by lt. ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തുവാണ് നമ്മുടെ പഴയ പ്രോബ്ലത്തിൽ നിന്ന് ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത്? ബൗണ്ടറി കണ്ടീഷനിൽ തന്നിട്ടുള്ളത് വെലോസിറ്റി ആയതുകൊണ്ട് അത് ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനായി ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിൽ കയറി. ഈ സ്റ്റെപ്പിനൊന്നും ഒരു വ്യത്യാസമില്ല അല്ലേ? പഴയ പ്രോബ്ലം തന്നെ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ C1 0, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ P equal to n pi by ലെന്ത്. അതും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ സ്റ്റെപ്പ് വരെ നമുക്കൊരു വ്യത്യാസമില്ല. ഇക്വേഷൻ 3 വരെ സെയിം തന്നെയാണ്. പിന്നെ വ്യത്യാസം എവിടെയാണ്? നമ്മൾ ഇക്വേഷൻ 3 കഴിഞ്ഞ് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ എക്ക് 0 കിട്ടുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 3 a equal to 0 എന്ന് ഡയറക്റ്റായിട്ട്. കാരണം അത് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാവും. cos 0 1 ആണ്, sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈനിൻ്റെ ഇതൊരിക്കലും 0 ആകത്തില്ല. അപ്പോൾ a 0 അങ്ങനെ എഴുതാൻ കഴിവുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് നിങ്ങൾ a equal to 0 എന്ന് എഴുതിയാലും മതി. അടുത്ത ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ വിട്ടുപോയ കാര്യമാണ്, ഓർമ്മിക്കേണ്ട കാര്യം എപ്പോഴും നാലാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള ഇക്വേഷന് സിഗ്മ എന്നുള്ള n equal to 1 to infinity എന്നാക്കി ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് സഫിക്സിൽ n ഇട്ടിട്ട് അയാൾ എന്ത് വിളിച്ചോളാം? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ. അതാണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ ആവുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഓർമ്മിക്കേണ്ടത് നമ്മൾ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ അതിൽ bn × n pi c by l നമ്മൾ an എന്നൊരു പേര് വിളിക്കണം. വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഇട്ടുന്നാലും മതി. അപ്പോൾ bn × n pi c by l ഇവിടെ കാണും. ഇവിടെ എല്ലാം bn × n pi c by l കാണും. അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വെലോസിറ്റി തരുന്ന പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതുവരെ നമ്മൾ ചെയ്തത് എന്തുവായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസമാണ് മറ്റു പ്രോബ്ലത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം മനസ്സിലാക്കി ഇതൊന്ന് ചെയ്തു നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tightly stretched string of length L with fixed ends is initially in equilibrium position. It is set vibrating by giving each point a velocity v0 sin cube pi x by L. Find the displacement y of x, t. സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ഏതിനകത്താണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ ആയിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് ഇതുപോലെ സൈൻ ക്യൂബ് വരുന്ന പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് കഴിഞ്ഞ പ്രോബ്ലം ഇതും നമ്മൾ തിരിച്ചറിയുന്നത്? കഴിഞ്ഞ പ്രോബ്ലം ഒരു പോളിനോമിയലായിരുന്നു തന്നിട്ടുണ്ടായിരുന്ന വെലോസിറ്റി ആയിട്ട്. ഇവിടെയും എന്താ തന്നിരിക്കുന്നത്? ഈച്ച് ഓഫ് പോയിന്റ് ഈസ് എന്താ വൈബ്രേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. വെലോസിറ്റി v0 is equal to തന്നിരിക്കുന്നത് ട്രിഗണോമെട്രിയാണ്. അപ്പോൾ ട്രിഗണോമെട്രി വരണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഫൊറിയർ കണ്ടുപിടിക്കേണ്ട, പകരം എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ എഴുതണേ? ഇത് വേവ് ഇക്വേഷൻ ആയത് കാരണം ∂2y/∂t² is equal to c² into ∂2y/∂x² എന്ന് വേവ് ഇക്വേഷൻ്റെ ഫോമിൽ എഴുതി. അടുത്തെന്താ എഴുതാറ്? ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y of 0, t is equal to 0. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാ? ലെന്ത് എല്ലാണ് ഇവിടെ. സോ y of l, t is equal to 0. അടുത്ത തേർഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താ? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ലാത്ത കാരണം y of x, 0 is equal to 0. ഫോർത്ത് ബൗണ്ടറി കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ∂y/∂t of x, 0. ഇനിഷ്യൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി എന്തെന്ന് തന്നിട്ടുണ്ട്? v0 into sin cube pi/lx അല്ലെങ്കിൽ πx/l. ആദ്യത്തെ രണ്ടിടത്ത് ഒരു 4 alt എന്നുള്ളത് കൂടി ഇട്ടോളൂ. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു, നമുക്കൊരു മാർക്ക് കിട്ടി. അടുത്തത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എഴുതുന്ന സാധനം എന്തുവാണ്? ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ അല്ലേ? Therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് എപ്പോഴും എഴുതുന്ന ഫോമുലയാണ്, മറന്നു പോരുത്. ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് y of x, t is equal to c1 into cos px plus c2 into sin px into ബ്രാക്കറ്റിനകത്ത് c3 into cos p ct plus c4 into sin p ct. Okay, that is equation 1. നമുക്ക് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1 in equation 1. എന്താ ബൗണ്ടറി കണ്ടീഷൻ 1? y of 0, t is equal to 0. മനസ്സിലാലോചിച്ചാലും മതി.
എന്തിൻ്റെ സ്ഥാനത്ത് 0 എടുക്കണം? എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ കോസ് 0 1 ആവും, സൈൻ 0 0 ആവും. ബാക്കി ഇവിടെ എന്താ ഇനിയുള്ള C1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അതിൽ ടി ഉള്ള ഈ ബ്രാക്കറ്റ് ഒരിക്കലും 0 ആകാൻ പോകത്തില്ല. കാരണം എന്താ? ടി വേരിയബിൾ ആണ്. സോ ഇവിടെ ആരാ 0 ആവുക? C1 ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്ന പ്രോബ്ലം മുതൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണിത് അല്ലേ? അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റി. ഇതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതാവോ? Therefore new suitable solution is y of x comma t is equal to, ഇവിടെ വെറും suitable solution എന്ന് എഴുതേണ്ട കേട്ടോ, സോറി. അപ്പോൾ y of x comma t is equal to C1 0 ആയി പോകുമ്പോൾ ബാക്കി എന്താ? C2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 കോസ് പി സി ടി പ്ലസ് C4 സൈൻ പി സി ടി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേ സ്റ്റെപ്പ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, എഴുതണമെന്ന് നിർബന്ധമില്ല. ആസ് പെർ ദ എബോവ് പ്രോബ്ലം എഴുതി പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2. ഇതാ ഇക്വേഷൻ 2, ഇപ്പോഴത്തെ പുതിയ സ്യൂട്ടബിൾ സൊല്യൂഷൻ. ഇക്വേഷൻ 2ൽ കൊടുക്കുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ 2 എന്താ? y ഓഫ് എൽ കോമ ടി ഈസ് ഈക്വൽ ടു 0. മനസ്സിലൊന്ന് ആലോചിക്കുക, എക്സിൻ്റെ സ്ഥാനത്താണ് എൽ. ഇവിടെ എക്സ് ഇവിടെ മാത്രമേ ഉള്ളൂ, പി എക്സ് കണ്ടോ? അവിടെ എല്ലു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ബ്രാക്കറ്റിലുള്ള ആൾ 0 ആകത്തില്ല. കാരണം ഇത് ടീയുടെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയത് കാരണം ഇവരൊരിക്കലും 0 ആകത്തില്ല. C2 0 ആയി പോയാൽ ഈ സൊല്യൂഷനെ, ഇതല്ലേ നിങ്ങളുടെ പുതിയ സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ തന്നെ 0 ആയി പോകും. പിന്നെ ആരേ 0 ആകത്തുള്ളൂ? സൈൻ പി എൽ മാത്രമേ 0 ആകത്തുള്ളൂ. സൈനിൻ്റെ വാല്യൂ 0 ആവുന്ന എപ്പോഴാണ് നമുക്കറിയാം? സൈൻ എൻ പൈ ആണ് 0. സോ പി എല്ലിനെ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യും? എൻ പൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അതിനെക്കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ therefore നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ എങ്ങനെയായി മാറി? ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു പി എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി പ്ലസ് C4 ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇതിൽ C2നെ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് എങ്ങനെയായി മാറും? സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു C2 ഇൻറ്റു C3 എന്ന് പറയുന്നത് എ ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി പ്ലസ് C2 ഇൻറ്റു C4 എന്ന് പറയുന്നത് ബി ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അടുത്തെന്താ നമ്മൾ ചെയ്യുന്നത്? തേർഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 3. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് എക്സ് കോമ 0 ഈസ് ഈക്വൽ ടു 0. ടിയുടെ സ്ഥാനത്താണ് 0. അപ്പോൾ ടി ഈ ബ്രാക്കറ്റിനകത്ത് മാത്രമേ ഉള്ളൂ. കോസ് 0 എന്തുവാണ്? 1 ആണ്. സോ എ എവിടെ ഉണ്ടാവും? സൈൻ 0 0 ആണ്. സോ ഈ ടേം പോയി. സോ എ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടണേ. അല്ല, സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഒരിക്കലും 0 ആകത്തില്ല. സോ ആരാ ഇവിടെ 0 ആവുന്നത്? എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമ്മുടെ ഈ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എ എന്നുള്ള പാർട്ട് 0 ആയി കഴിയുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? therefore new suitable solution is y of x comma t is equal to a 0 ആയി പോയി. ബാക്കി എന്താ ഇനി ഇവിടെ ഉണ്ടായിരുന്നത്? ബി ഉണ്ടായിരുന്നു. സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴും എന്ത് വിളിക്കും? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഈസ് y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സിഗ്മ എന്നുള്ളൊരു സിമ്പിൾ കൊടുത്തു. n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, ബി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് സഫിക്സിൽ n എന്നുള്ള കൂടെ കൊടുത്തോളാം, ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ, ഇപ്പോൾ ഏതുവരെ എത്തി? ഇക്വേഷൻ നമ്പർ 3 വരെ എഴുതിയിരുന്നത്. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുകയാണ്. ഇയാൾ ഞാനൊരു ബോക്സിനകത്തേക്ക് മാറ്റി നിർത്തി, കാരണം ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻസർ ആവാൻ പോണേ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണേ? ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാണേ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 4 എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ 4 എന്തുവാണ്? ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0 ആണ്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 4 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഇതെങ്ങനെ മാറും? ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്.
സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു എൻ പൈ സി ബൈ എൽ. ഇതിൽ ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സമ്മേഷൻ ഈക്വൽ ടു 1 to infinity എ എൻ എന്ന് ഞാൻ ഇവിടെ വിളിച്ചു. എ എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി എന്ന് എഴുതി. അതിൽ എ എൻ എന്ന് ഞാൻ വിളിച്ചത് ആരെയാണ്? എ എൻ ഇസ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു എൻ പൈ സി ബൈ എല്ലിനെ വിളിച്ചത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബോക്സിനകത്ത് ഇട്ട് വെക്കും, കാരണം ലാസ്റ്റ് ആൻസറിൽ എനിക്ക് തിരിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഞാൻ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണേ. സോ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഇൻ ഇക്വേഷൻ 5, ഇയാളെ ഇക്വേഷൻ 5 എന്ന് വിളിച്ചു. ഇക്വേഷൻ 5-ക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 5 കൊടുക്കുമ്പോഴേക്ക് എങ്ങനെയാണ് വരുന്നത്? ഡോ വൈ ബൈ ഡോ ടി ഓഫ് x, 0 is equal to v0 into sin cube pi x by l. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഡോ വൈ ബൈ ഡോ ടി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ. സമ്മേഷൻ n equal to 1 to infinity an into sin n pi by lx ചേഞ്ച് ഒന്നുമില്ല. കോസ് 0 ടിയുടെ സ്ഥാനത്ത് 0 ആകുമ്പോൾ കോസ് 0 1 ആവും. ഇസ് ഈക്വൽ ടു v0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ എന്നാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രി വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേറെ ഒന്നും ആലോചിക്കണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ ജസ്റ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്യട്ടെ. എന്നിന് 1 വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? a1 ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ. എന്നിന് 2 വരുമ്പോഴോ a2 ഇൻറ്റു സൈൻ 2 പൈ എക്സ് ബൈ എൽ. ഓക്കെ. എന്നിന് 3 വരുമ്പം a3 ഇൻറ്റു സൈൻ 3 പൈ എക്സ് ബൈ എൽ പ്ലസ് എന്നിന് 4 വരുമ്പോഴോ a4 ഇൻറ്റു സൈൻ 4 പൈ എക്സ് ബൈ എൽ പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് തീറ്റ. ഇന്നലെ പറഞ്ഞതാണ് സൈൻ ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. ഈ ഫോമിൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. ഈ 1/4 വരുമ്പോഴാണ് അത് v0/4 ഇൻറ്റു 3 സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ പൈ എക്സ് ബൈ എൽ മൈനസ് സൈൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ 3 പൈ എക്സ് ബൈ എൽ. ഓക്കെ, നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തു. ഇനി നോക്കുമ്പോഴും രണ്ട് സൈഡും സൈൻ്റെ ടേം ആവുള്ളത്. സോ ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻറ്റ് ഓഫ് ലൈക്ക് ടേംസിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഇവിടുത്തെ സൈൻ പൈ എക്സ് ബൈ എൽ എന്ന ടേം ഇവിടെ ഈ സൈഡിലുണ്ട്, ഇപ്പോഴത്തെ സൈഡും സൈൻ പൈ എക്സ് ബൈ എൽ എന്നുള്ള ടേം ഉണ്ട് കേട്ടോ. രണ്ടിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? a1 ആണ് LHS പാർട്ടിലെങ്കിൽ RHS പാർട്ടിൽ 3 ആണ് കിടക്കണം. 3 മാത്രമല്ല, ബ്രാക്കറ്റിനകത്ത് പുറത്തൊരാൾ കിടക്കുന്നുണ്ടോ? 3v0/4. അടുത്ത സൈൻ 2 പൈ എക്സ് ബൈ എൽ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ a2 ഇസ് ഈക്വൽ ടു 0. അടുത്ത സൈൻ 3 പൈ എക്സ് ബൈ എല്ലിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ a3 ഇസ് ഈക്വൽ ടു മൈനസ് v0/4. കണ്ടോ, ഇവിടെയും സൈൻ 3 പൈ എക്സ് ബൈ എൽ ഉണ്ട്, ഇവിടെയും സൈൻ 3 പൈ എക്സ് ബൈ എൽ ഉണ്ട്. സോ a3യുടെ കോയിഫിഷ്യൻറ്റ് ഇവിടെ മൈനസ് ആണ്. ഈ v0/4 അകത്തേക്ക് വന്നപ്പോഴാണ് മൈനസ് v0/4. അടുത്തിന് സൈൻ 4 പൈ എക്സ് ബൈ എല്ലും സൈൻ 5 പൈ എക്സ് ബൈ എല്ലൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്തായി പോയി എന്ന് അർത്ഥം? 0 ആയിപ്പോയി. സോ a4 ഈക്വൽ ടു 0, a5 ഈക്വൽ ടു 0, അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും 0 ആയി പോവാണ്. therefore the solution is സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതാറായില്ല. ഇതിപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? എൻ്റെ a1 a3 ഒക്കെ കിട്ടിയിരിക്കുന്നത്. എനിക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വേണ്ട? b ആണ് വേണ്ടത്. സോ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താ? an ഈക്വൽ ടു bn ഇൻറ്റു n പൈ സി ബൈ എൽ. സോ a1 എന്ന് പറയുന്ന സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ b1 എന്ന് ആക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? a1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? b1 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ 1 ഇൻറ്റു പൈ സി ബൈ എൽ ഈക്വൽ ടു 3v0/4 or b1 is equal to 3v0l by pi c4 or 4 pi c. ഈ പൈ സീനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, എല്ലിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ താഴോട്ട് കൊണ്ടുവന്നു. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്താ തിരിച്ചല്ലേ വരിക? അതുപോലെ അടുത്ത a2 എന്ന് പറയുമ്പോൾ എന്തായി വരും? a2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ b2 0 ആയി പോകും. a2 0 എന്ന് പറഞ്ഞാൽ b2 0 എന്ന് തന്നെയല്ലേ. അടുത്ത a3യുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത്? b3 ഇൻറ്റു 3 പൈ സി ബൈ എൽ ഇസ് ഈക്വൽ ടു മൈനസ് v0/4. b3 ഇൻറ്റു 3 പൈ സി ബൈ എൽ. സോ b3 ഇസ് ഈക്വൽ ടു എൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് v0l ബൈ ഈ 3 പൈ സി 4ൻ്റെ കൂടെ താഴേക്ക് വരുമ്പോൾ 4 ഇൻറ്റു 3 12 ആണ്, 12 പൈ സി. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും b4ഉം b5ഉം ഒക്കെ എന്തായി പോവാണ്? 0 ആയി പോവാണ്. പിന്നെ അങ്ങോട്ട് എല്ലാവരും 0 ആണ്. സോ സൊല്യൂഷൻ എങ്ങനെ മാറും? therefore the solution is y of x, t is equal to നോക്കിക്കേ n equal to 1 ആവുമ്പോൾ ഈ നിങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? സമ്മേഷൻ equal to 1 വരുമ്പോൾ ഇത് വരുന്നത് b1 ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ
സൈൻ പൈ സി ബൈ എൽ ടി ബി ഈക്വൽ ടു 2 ആവുമ്പോൾ B2 ഇൻറ്റു സൈൻ 2 പൈ എക്സ് ബൈ എൽ സൈൻ 2 പൈ സി ബൈ എൽ ടി പ്ലസ് n ഈക്വൽ ടു 3 ആവുമ്പം B3 ഇൻറ്റു സൈൻ 3 പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ 3 പൈ സി ബൈ എൽ ടി പ്ലസ് എക്സെട്ര. നമുക്കിതിൽ B1ഉം B3യും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും സീറോയാണ്. സോ ഇതിൻ്റെ ആൻസർ എടുത്ത് എഴുതുമ്പോൾ B1ൻ്റെ സ്ഥാനത്ത് 3V0L ബൈ 4 പൈ സി ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ പൈ സി ബൈ എൽ ടി പ്ലസ് അടുത്ത് B2 എഴുതാത്തതിന് കാരണം എന്താണ്, സീറോ ആയിപ്പോയി. സോ ഈ ടേം അങ്ങ് സീറോ ആയിപ്പോയി, ഈ ടേം മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായി. അടുത്ത് B3യുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്, B3 എന്ന് പറഞ്ഞാൽ മൈനസ് V0L ബൈ 12 പൈ സി ഇൻറ്റു സൈൻ 3 പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ 3 പൈ സി ബൈ എൽ ടി. ഓക്കെ, ലാസ്റ്റ് ആൻസറായി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കേസിൽ സെയിം ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരേ ഒരു കാര്യം എന്തുവാണ്, സൈനിൻ്റെ ടേമിലുള്ള ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ ഫൊറിയർ സീരീസ് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് ഇതുപോലെ എന്ത് ചെയ്താൽ അങ്ങോട്ട് രണ്ട് സൈഡും എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ വേണ്ട, അല്ലാതെ തന്നെ എന്ത് ചെയ്താൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് ആൻസറിലേക്ക് കണ്ടെത്താൻ പറ്റും. ഫൊറിയർ ഹാഫ് റേഞ്ച്, ഫൊറിയർ സൈൻ സീരീസ് എന്നുള്ള സ്റ്റെപ്പ് വേണ്ട. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 4L, ഇവിടെ ലെന്ത് എത്ര തന്നിരിക്കുന്നത്, ലെന്ത് കണ്ടായിരുന്നോ, 4L ആണ്. അപ്പോൾ y ഓഫ് 4L, 0 ഈക്വൽ ടു 0 എന്നാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ വരിക. y ഓഫ് 0, t ഈക്വൽ ടു 0 എന്നാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് 4L, t എന്നാണ് വരുന്നത്. അപ്പോൾ അത് മറന്നു പോരുത്. അത് ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ഇൻ ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ് ഈസ് ഗിവൺ ഇനിഷ്യൽ വെലോസിറ്റി. വെലോസിറ്റി അത് തന്നിരിക്കുന്നത് v ഈക്വൽ ടു 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സ്ട്രിങ് അറ്റ് എനി ടൈം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷനായി. മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്തുമായിരിക്കും, y ഓഫ് x, 0 ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ല. നാലാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഡോ y ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു v, x, 0 ഇസ് ഈക്വൽ ടു v എന്നുള്ള ഈ ഫംഗ്ഷനാണ്. അപ്പോഴേ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ആദ്യത്തത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, C1 0 എന്ന് കിട്ടും. അത് കൊടുത്ത് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്നത് p ഈക്വൽ ടു n പൈ ബൈ എൽ എന്നുള്ളത് ഇവിടെ n പൈ ബൈ 4L എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ലെന്ത് ഡിഫറെൻ്റ് ആയിട്ട് 4L വരുന്ന പ്രോബ്ലം ആദ്യം തന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത രണ്ടെണ്ണം നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്ത് വെലോസിറ്റിയുടെ എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുള്ള പ്രോബ്ലം ഞാൻ ഇവിടെ നിർത്തുവാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യേണ്ട കാര്യമില്ല. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് തന്ന പ്രോബ്ലത്തിനകത്ത് ഞാൻ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇപ്പം പ്രോബ്ലം ചെയ്യാൻ യൂസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കേസ് ഒന്നിച്ച് തന്നാൽ എന്ത്, ഇനിഷ്യൽ വെലോസിറ്റിയും ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റും കൂടെ ഒന്നിച്ച് തന്നാൽ എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്.